നമസ്കാരം. കർണാടകയിലെ ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ മരണപ്പെട്ട കോഴിക്കോട് കണ്ണാടിക്കൽ സ്വദേശി അർജുൻ്റെ മൃതദേഹത്തിൻ്റെ അവശേഷിപ്പുകൾ കുടുംബത്തിന് കൈമാറുന്നത് വൈകാൻ സാധ്യത. ഇന്ന് വൈകിട്ടോടെ DNA താരതമ്യ പരിശോധന പൂർത്തിയാക്കി മൃതദേഹം ബന്ധുക്കൾക്ക് കൈമാറാനാണ് ജില്ലാ ഭരണകൂടം ശ്രമിക്കുന്നത്. ആശുപത്രിയിലെ ഫോറൻസിക് വിഭാഗത്തിൻ്റെ വീഴ്ചയാണ് സാമ്പിൾ ലാബിലേക്ക് എത്തിക്കുന്നത് വൈകാൻ കാരണമായത്. അർജുൻ്റെ അനുജൻ അഭിജിത്തിൻ്റെ DNA സാമ്പിൾ ശേഖരിച്ച് താരതമ്യത്തിനായി തയ്യാറാക്കിയിട്ടുണ്ട്. അർജുൻ്റെ തുടയിലും നെഞ്ചിൻ്റെ ഭാഗത്തുള്ള വാരിയലിൻ്റെ ഒരു ഭാഗവുമാണ് അയച്ചിട്ടുള്ളത്. 2 DNAകളും ഒത്തുപോകുന്നു എന്ന് വാക്കാൽ വിവരം ലഭിച്ചാൽ തന്നെ മൃതദേഹത്തിൻ്റെ അവശേഷിപ്പുകൾ ബന്ധുക്കൾക്ക് വിട്ടു നൽകാനാണ് ജില്ലാ ഭരണകൂടത്തിൻ്റെ തീരുമാനം. ലോറി ഉടമയായ മനാഫും സംഘവും ഇന്നലെ രാത്രി നാട്ടിലേക്ക് തിരിച്ചു. അർജുൻ്റെ സഹോദരി ഭർത്താവ് ജിതിനും സഹോദരൻ അഭിജിത്തും ആംബുലൻസിൽ മൃതദേഹത്തെ അനുഗമിക്കും. ജില്ലാ ഭരണകൂടം സജ്ജീകരിച്ച ആംബുലൻസിൻ്റെ എല്ലാ ചെലവും കേരള സർക്കാർ വഹിക്കുമെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട്. കർണാടക പോലീസിൻ്റെ സുരക്ഷയോടെയാണ് മൃതദേഹ അവശേഷിപ്പുകൾ കോഴിക്കോട് കണ്ണാടിക്കലിലേക്ക് കൊണ്ടുവരിക. അർജുന് അന്ത്യയാത്ര നൽകാനുള്ള ഒരുക്കത്തിലാണ് നാട്. വീടിൻ്റെ അടുത്ത് തന്നെയാണ് അർജുനു വേണ്ടി നിത്യനിദ്രയ്ക്ക് ചിതയൊരുങ്ങുന്നത്. ജൂലൈ 16-നാണ് അർജുനെ കാണാതായത്. അന്ന് രാവിലെ 8:45-ഓടെയാണ് ഷിരൂരിൽ മണ്ണിടിച്ചിലുണ്ടായി ലോറി പുഴയിലേക്ക് മറിഞ്ഞത്. മൃതദേഹത്തിൽ നിന്ന് DNA സാമ്പിൾ ശേഖരിച്ച് ഹൂബ്ലി റീജിയണൽ ലാബിലേക്കാണ് പരിശോധനയ്ക്കായി അയച്ചത്. ഫലം വരാൻ 18 മണിക്കൂർ വരെ സമയം എടുത്തേക്കാം എന്നാണ് ലാബ് ഡയറക്ടർ അറിയിച്ചത് എന്ന് മഞ്ചേശ്വരം MLA AKM അഷ്റഫ് പറഞ്ഞു. ഇന്ന് ഉച്ചയ്ക്ക് ഫലം ലഭിക്കാൻ സാധ്യതയുണ്ടെന്നാണ് അർജുൻ്റെ സഹോദരി ഭർത്താവ് ജിതിനെ പോലീസ് ആദ്യം അറിയിച്ചത്. അങ്ങനെയെങ്കിൽ പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കി വൈകിട്ട് തന്നെ മൃതദേഹം അവശേഷിപ്പുകൾ കൊണ്ടുപോകാൻ സാധിക്കുമായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് വൈകുകയാണ്. മൃതദേഹം കൊണ്ടുവരാൻ കർണാടക സർക്കാർ എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. കണ്ണാടിക്കലിലെ അർജുൻ്റെ വീട് വരെ കർണാടക പോലീസ് ആംബുലൻസിന് അകമ്പടി വരും. മൃതദേഹ അവശേഷിപ്പ് കാർവാർ ജില്ലാ ആശുപത്രി മോർച്ചറിയിൽ നിന്നാണ് ലാബിലേക്ക് മാറ്റിയത്. മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള മുഴുവൻ ചെലവും സംസ്ഥാന സർക്കാർ വഹിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യക്തമാക്കിയിട്ടുണ്ട്. ഗുജറാത്തിൽ നിന്നുള്ള ഒരു മലയാളിയും മൃതദേഹം എത്തിക്കാൻ ആംബുലൻസുമായി ഷിരൂരിൽ എത്തിയിട്ടുണ്ട്. ബുധനാഴ്ച വൈകിട്ടാണ് അർജുൻ്റെ മൃതദേഹ അവശേഷിപ്പും ലോറിയും ഗംഗാവലിപ്പുഴയിൽ നിന്ന് കണ്ടെടുത്തത്. എന്നാൽ പിറ്റേ ദിവസം രാവിലെ 10 മണിയോടെയാണ് ലോറി കരക്കെത്തിക്കാൻ കഴിഞ്ഞത്. 2 ക്രെയിനുകൾ ഉപയോഗിച്ച് 1.5 മണിക്കൂർ സമയമെടുത്താണ് അർജുൻ ഓടിച്ച ലോറി കരക്കെത്തിച്ചത്. ലോറിയുടെ ക്യാബിനിൽ നിന്ന് അർജുൻ്റെ അസ്ഥികൂടത്തിൻ്റെ അവശേഷിപ്പുകളാണ് കണ്ടെത്തിയത്. ഇതാണ് ഇപ്പോൾ പരിശോധനയ്ക്കും DNA നടപടികൾക്കുമായി കൊണ്ടുപോയിരിക്കുന്നത്. ഒപ്പം അർജുൻ്റെ വസ്ത്രങ്ങൾ, 2 മൊബൈൽ ഫോണുകൾ, ഭക്ഷണം പാകം ചെയ്യാനുള്ള പാത്രങ്ങൾ, പുതപ്പ്, ഗ്യാസ് സിലിണ്ടർ, മകന് വാങ്ങിയ കളിപ്പാട്ടമായ ലോറി, ചെരുപ്പ്, വെള്ളം സൂക്ഷിക്കുന്ന വലിയ ബോട്ടിൽ, അരി എന്നിവയും ക്യാബിനുള്ളിൽ നിന്ന് കണ്ടെത്തിയിരുന്നു.